ആനി മസ്ക്രീൻ ചരിത്രം മറന്ന ധീരവനിത. ജസ്റ്റിസ് ഈസ് നോട്ട് ഇൻ ദ കസ്റ്റഡി ഓഫ് എനിബഡി ബട്ട് ഓഫ് ദോസ് ഹു ആർ ലവേഴ്സ് ഓഫ് ട്രൂത്ത്. നീതി ആരുടെയും കയ്യിലല്ല, സത്യത്തെ സ്നേഹിക്കുന്നവരുടെ കയ്യിലാണ്. 1949 ജൂൺ 16 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ മുഴങ്ങിയ ഈ വാക്കുകൾ ജനാധിപത്യത്തോടും നീതിയോടുമുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയുടെ പ്രഖ്യാപനമായിരുന്നു. ആ ശബ്ദത്തിന്റെ ഉടമയായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭാംഗവും കേരളത്തിന്റെ അഭിമാനവുമായ ആനി മസ്ക്രീൻ. 1902 ജൂൺ 6 തിരുവനന്തപുരത്ത് ജനിച്ച ആനി മസ്ക്രീൻ തിരുവിതാംകൂറിലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ മുൻനിര പോരാളിയായിരുന്നു. 1938 ഫെബ്രുവരി 23 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിലെ ഏക വനിതാ അംഗം ആനി മസ്ക്രീനായിരുന്നു. കിരാത ഭരണത്തിനെതിരെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അവർ നടത്തിയ തീപാറുന്ന പ്രസംഗങ്ങൾ ദിവാൻ സർ CP രാമസ്വാമി അയ്യരെ അസ്വസ്ഥനാക്കി. അക്കാരണത്താൽ 1938 നവംബർ 13 രാജദ്രോഹ കുറ്റം ചുമത്തി 18 മാസം തടവും 1000 രൂപ പിഴയും വിധിക്കപ്പെട്ടു. ഈ ക്രൂര നടപടിയെ അപലപിച്ച് മഹാത്മാഗാന്ധി തന്റെ ഹരിജൻ മാസികയിൽ എഴുതിയതിലൂടെ അവരുടെ സമരം ദേശീയ ശ്രദ്ധ നേടി. തടവും പീഡനവും ആനി മസ്ക്രീനെ പിന്തിരിപ്പിച്ചില്ല. 1942 ഓഗസ്റ്റ് 30 വീണ്ടും 2 വർഷത്തെ കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ടു. ദിവാന്റെ ദുർഭരണത്തിനെതിരെ പ്രസംഗിച്ചതിന് പേരിൽ പിന്നീട് വീണ്ടും 3 മാസം തടവും അനുഭവിച്ചു. എന്നാൽ ഓരോ തവണയും ഫീനിക്സ് പക്ഷിയെപ്പോലെ അവർ കൂടുതൽ കരുത്തോടെ തിരിച്ചു വന്നു. 1946 അവർ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യയുടെ ഭരണഘടന രൂപപ്പെടുത്തിയ 299 അംഗ ഭരണഘടനാ നിർമ്മാണ സഭയിലെ 15 വനിതകളിൽ ഒരാളും തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ച ഏക വനിതാ അംഗവും ആയിരുന്നു അവർ. ഇന്ത്യൻ ഭരണഘടനയുടെ കരുടരേഖയിൽ ഒപ്പുവെച്ച കേരളത്തിന്റെ അഭിമാന പുത്രിമാരിൽ ഒരാളായി അവർ ചരിത്രത്തിൽ ഇടം നേടി. 1948 തിരുവിതാംകൂർ കൊച്ചി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആനി മസ്ക്രീൻ 1949 ജൂലൈ 1 തിരുവിതാംകൂറും കൊച്ചിയും സംയോജിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ ആരോഗ്യ വൈദ്യുതി മന്ത്രിയായി ചുമതലയേറ്റു. സ്വതന്ത്ര ഇന്ത്യയിലെ തിരുവിതാംകൂർ കൊച്ചി മന്ത്രിസഭയിലെ ആദ്യ വനിതാ മന്ത്രിയായിരുന്നു അവർ. അഴിമതി ആരോപണം നേരിട്ട മന്ത്രിയോടൊപ്പം ഇരിക്കാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ച് മന്ത്രിസ്ഥാനം വലിച്ചെറിഞ്ഞു. രാഷ്ട്രീയ ധാർമ്മികതയുടെ ഉജ്ജ്വല മാതൃകയായാണ് അവരുടെ രാജി ഇന്നും വിലയിരുത്തപ്പെടുന്നത്. 1952 ആദ്യ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച അവർ കേരളത്തിൽ നിന്ന് ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയായി ചരിത്രം കുറിച്ചു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ലോകസഭയിലെ വെറും 10 വനിതാ അംഗങ്ങളിൽ ഒരാളെന്ന ബഹുമതിയും അവർ സ്വന്തമാക്കി. 1963 ജൂലൈ 19 ഈ ധീര വനിത അന്തരിച്ചെങ്കിലും അവർക്ക് അർഹമായ പൊതു അംഗീകാരം ലഭിക്കാൻ പതിറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ടി വന്നു. ഒടുവിൽ 2013 തിരുവനന്തപുരം വഴുതക്കാട് ആനി മസ്ക്രീൻ സ്ക്വയറിലെ അവരുടെ വെങ്കല പ്രതിമ സ്ഥാപിക്കപ്പെട്ടു. സ്വാതന്ത്ര്യ സമര സേനാനിയും ഭരണഘടനാ നിർമ്മാണ സഭ അംഗവും കേരളത്തിന്റെ ആദ്യ വനിതാ MP ആയും ചരിത്രം സൃഷ്ടിച്ചിട്ടും അവർക്ക് ലഭിക്കേണ്ട ദേശീയ അംഗീകാരം പലപ്പോഴും പരിമിതമായിരുന്നു. അവർ ലത്തീൻ സമുദായ അംഗം ആയതാവാം അവഗണനയ്ക്ക് ഒരു കാരണമായിരിക്കാമെന്ന വിലയിരുത്തൽ നിരവധി ചരിത്രകാരന്മാരും സാമൂഹിക നിരീക്ഷകരും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആനി മസ്ക്രീൻ ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമായിരുന്നില്ല, സത്യത്തിനും നീതിക്കും ജനാധിപത്യത്തിനും വേണ്ടി ജീവിതം സമർപ്പിച്ച ധീര വനിതയായിരുന്നു. അതുകൊണ്ടുതന്നെ അവർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉച്ചരിച്ച ആ വാക്കുകൾ ഇന്നും കാലാതീതമായി മുഴങ്ങുന്നു. Justice is not in the custody of anybody but of those who are lovers of truth. നീതി ആരുടെയും കയ്യിലില്ല, സത്യത്തെ സ്നേഹിക്കുന്നവരുടെ കയ്യിലാണ്.